ടാലിയുടെ ബിൽ കസ്റ്റമൈസേഷനുമായി ബന്ധപ്പെട്ട് 4 വീഡിയോകളാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 5ാമത്തെ ഒരു വീഡിയോയിൽ നമ്മുടെ ഇൻവോയ്സിന്റെ ചില രൂപങ്ങളൊക്കെ നമുക്ക് മാറ്റം പറ്റാൻ പറ്റും. അതിൽ 2 മോഡലുകളൊക്കെ ടാലിയിൽ ഓട്ടോമാറ്റിക് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ച സംഭവങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം നമുക്ക് ചില എന്താ പറയാ ആവശ്യമില്ലാത്ത ഏതെങ്കിലുമൊക്കെ കോളംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് റിമൂവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ടാലിയിലുണ്ട്. വോച്ചർ ടൈപ്സ് നമ്മൾ ഇന്ന് വീണ്ടും എടുക്കുന്നു. B2B സെയിൽസ് തന്നെയാണ് നമ്മൾ ഇന്നും ആൾട്ടർ ചെയ്യുന്നത്. ഇതിൽ നമ്മൾ സെറ്റ് ആൾട്ടർ ഒക്കെ ചെയ്തു. ഇവിടെ ചോദിക്കുന്നത് പ്രിന്റ് വൗച്ചർ ആഫ്റ്റർ സേവിങ്, അതായത് നമ്മളെ ബില്ല് സേവ് അടിക്കുന്നതോടുകൂടി ഈ ബില്ല് പ്രിന്റ് വരണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മളിവിടെ യെസ് എന്ന് കൊടുത്ത് നമുക്കൊരു ബില്ല് അടിച്ചു നോക്കാം. അപ്പൊ എന്താണ് വരുന്നത് നോക്കാം. ട്രാൻസ്പോർട്ടേഷൻ ഒരു 300 ഉണ്ടായിക്കോട്ടെ അല്ലേ, കിടക്കട്ടെ. ഈ വെബില് നമ്മൾ എടുക്കണം നോക്കിയില്ല, നമുക്ക് ചെക്ക് ചെയ്യാം. ഈ ബില്ല് കൊടുക്കാത്തതുകൊണ്ട് ഒരു എറർ മെസ്സേജ് അവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളോട് ചോദിക്കുന്നത് ഈ ബില്ല് പ്രിന്റ് എടുക്കണം എന്നുള്ളതാണ്. ഇങ്ങനത്തെ ഒരു ഓപ്ഷൻ, അതാണ് നമ്മൾ അവിടെ എസ് ചെയ്ത് കൊടുത്തത്. നമുക്കിവിടെ ബില്ലിന്റെ ഒരു റിവ്യൂ കിട്ടും. ഇപ്പൊ കണ്ടില്ലേ, നേരത്തെ നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് അവിടെ നോ ആക്കി കൊടുത്തപ്പോ കുറെ സാധനങ്ങൾ നമുക്കവിടെ, അതായത് നമ്മുടെ CGST SGST ഉണ്ട്, IGST എമൗണ്ട് ഇല്ലെങ്കിൽ IGST കാണുന്നുണ്ട്, റൗണ്ട് ഓഫിന് എമൗണ്ട് ഇല്ല റൗണ്ട് ഓഫ് കാണുന്നുണ്ട്. അപ്പൊ ഇത് കാണാതിരിക്കാനാണ് നമ്മൾ ആദ്യം ഇവിടെ എസ് കൊടുത്തിരുന്നത്, നമ്മൾ നോ ആക്കിയിരുന്നത്. നമ്മൾ എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടാണ് ഈ ബില്ലിൽ ഇങ്ങനെ വന്നത്. പക്ഷെ ഈ ബില്ല് നമ്മൾ ബാക്ക് എടുത്ത് പേജപ്പ് എടുത്ത് നമ്മൾ വീണ്ടും പ്രിന്റ് ചെയ്യുകയാണെങ്കിൽ അതിലങ്ങനെ വരില്ല. ആവശ്യമുള്ളത് മാത്രമേ അതിലുണ്ടാവുള്ളൂ. ഓക്കെ, അത് തന്നെ ഒരു മാറ്റാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് എഡിറ്റ് ചെയ്ത് റെഡിയാക്കാം. നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ എന്ത് ചെയ്യണ്ട അതിൽ വരുന്ന, അത് നമുക്ക് ഒരു ബില്ലിന്റെ ഒരു ഭംഗിക്ക് അതൊരു കോട്ടം വരുന്ന ഒരു സാധനമാണ്. നമ്മൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുറെ അതിലിങ്ങനെ പ്രിന്റ് ചെയ്ത് കിടക്കാന്നല്ലേ. ഇത് നമ്മളിവിടെ എസ് കൊടുത്താൽ മതി. ഇതൊക്കെ എസ് ആയി കൊടുക്കുക. ശേഷം സേവ് അടിക്കും. ഓക്കെ, ഇവിടെ നമ്മൾ അത് കൊടുത്തു. പർച്ചേസ് ഓർഡറിംഗ് ഇൻവോയ്സിംഗ് ആണ്, അത് നമ്മൾ ഇപ്പൊ നോക്കുന്നില്ല. ഇനി അതിന്റെ ഒരു ഹെഡിങ് എന്താണ് അവിടെ കൊടുക്കേണ്ടത്? നമ്മൾ GST ഇൻവോയ്സ് അല്ലെങ്കിൽ B2B ഇൻവോയ്സ് എന്നുള്ളത് നമുക്കവിടെ കൊടുക്കും. അതിനുശേഷം നമ്മുടെ ബില്ലിൽ ബാങ്ക് എൻട്രി വരണം എന്നുള്ളതാണ്. നിലവിൽ നമ്മുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് നമ്മുടെ ബില്ലിൽ വന്നിട്ടുണ്ടാവില്ലേ, അപ്പൊ നമ്മൾ അവിടെ കൊടുക്കുകയാണ്. അതിന്റെ തൊട്ട് താഴെ കാണുന്ന ചോദ്യം എന്ന് ചോദിക്കുന്നത്, നമ്മൾക്ക് എന്തെങ്കിലും കേസുകളൊക്കെ വരികയാണെങ്കിൽ, നമ്മുടെ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കേസ് വരികയാണെങ്കിൽ നമ്മുടെ ജൂറിസ്ഡിക്ഷൻ എവിടെയാണ്, നമ്മുടെ കോടതി എവിടെയായിരിക്കും? നമ്മൾ മഞ്ചേരി എന്നവിടെ എൻ്റർ ചെയ്യാം. ഇനി ഇതിലൊരു ഡിക്ലറേഷൻ, ഓട്ടോമാറ്റിക് ആയിട്ട് ടാലിയിൽ ഡിക്ലറേഷൻ ഉണ്ടാവും. നമുക്കവിടെ വേറെ എന്തെങ്കിലും ഡിക്ലറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കവിടെ എൻ്റർ ചെയ്യാം. എന്താ കൊടുക്കുക? എന്തെങ്കിലുമൊക്കെ നമുക്ക് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാം. വിറ്റ് സാധനങ്ങൾ തിരിച്ചെടുക്കൂല, നമുക്കവിടെ കൊടുക്കാം. ഇനി നെയിം ഓഫ് ക്ലാസ് എന്നുള്ളൊരു ഓപ്ഷൻ അവിടെ ഉണ്ട്. അത് അടുത്തൊരു വീഡിയോയിൽ പറയാം. കുറച്ച് കോംപ്ലിക്കേഷനുള്ള സാധനങ്ങളാണ്. എന്തായാലും നമ്മൾ കുറെ വിഷയങ്ങൾ കൊടുത്തു. അത് എങ്ങനെയുണ്ട് നോക്കാം. നമുക്കൊരു ബില്ലും കൂടി എൻ്റർ ചെയ്യാം. 15% സ്റ്റോക്ക് തീർന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് റോഡ് ഓഫ് കൊടുക്കണമെങ്കിൽ കറക്റ്റ് എമൗണ്ട് ഉള്ളതൊക്കെ ഒന്ന് മാറ്റി കൊടുത്താൽ മതി. 23,218 കൊടുത്താൽ ഇവിടെ റോഡ് ഓഫ് കൊടുത്താൽ ഓപ്ഷനൊക്കെ വന്നു. നമുക്ക് ഇങ്ങോട്ട് തന്നെ എടുക്കാം, കൂട്ടിയിടാം വാല്യൂ. ശേഷം ഇത് അഗെയിൻസ്റ്റ് ഇൻവോയ്സ് നമ്മളവിടെ കൊടുത്തോണ്ടാറുണ്ട്. അത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് അങ്ങനെ വരുന്നത് എന്നുള്ളത്. ഇതിന്റെ റിവ്യൂ ഒന്ന് എടുത്ത് നോക്കാം. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടില്ലല്ലോ. CGST SGST റൗണ്ട് ഓഫും വന്നു. ഓക്കെ, ബാക്കി ആവശ്യമില്ലാത്ത സാധനങ്ങൾ ഇതിൽ വന്നിട്ടില്ല. ടോപ്സ്ക്രൈബ്, നമ്മുടെ കമ്പനിയുടെ പാൻ കാർഡ് നമ്പർ ഒക്കെ വന്നു. ബാങ്ക് ഡീറ്റെയിൽസ് ഇതിൽ വന്നിട്ടില്ല. സബ്ജക്ട് മഞ്ചേരി ജൂറിസ്ഡിക്ഷൻ എന്നുള്ളത് ഇവിടെ വന്നു. ഓക്കെ,
ബാങ്ക് ഡീറ്റെയിൽസ് ആണ് ഇപ്പൊ ഇതിൽ വരാത്തുള്ളൂ അല്ലേ. എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്. ബാങ്ക് ഡീറ്റെയിൽസ് കൂടി ഇതിൽ വരണം ശരിക്കും. അതേപോലെ ബില്ലിലുള്ള ചില വിഷയങ്ങൾ കൂടി നമുക്ക് നോക്കാം. അതിനെ നമ്മൾ കോൺഫിഗറേഷൻ F12 എടുക്കുക. അതിൽ പ്രിന്റിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. F12 പ്രിന്റിംഗ് എന്നുള്ള ഓപ്ഷൻ. ഓക്കെ, അവിടെ വന്നാൽ നമുക്ക് പേയ്മെന്റ് വോച്ചർ, റെസിപ്റ്റ് വോച്ചർ, സെയിൽസ് ട്രാൻസാക്ഷൻ എന്നുള്ളതൊക്കെ ഉണ്ടാവും. സെയിൽസ് എടുക്കുക. സെയിൽസ് ഇൻവോയ്സും POS ഇൻവോയ്സ് ഉണ്ട്. സെയിൽസ് ഇൻവോയ്സ് എടുക്കുക. ഇവിടെ നമ്മൾ B2B ഇൻവോയ്സ് എഴുതിയിട്ടുണ്ട്. ഇനി വേറെ എന്തെങ്കിലും ടൈറ്റിൽ ഉണ്ടെങ്കിൽ ഇവിടെ കൊടുക്കാം. ലോഗോ നമ്മൾ എസ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ കമ്പനിയുടെ പേര് ഒന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണുന്നുണ്ട്, ഒന്ന് ലാർജ് ആയിട്ട് കാണുന്നുണ്ട്. ഫോണ്ട് സൈസ് നോർമലായിട്ട് എല്ലാം ചിലപ്പോൾ ഒരേ ഫോണ്ട് ആയിരിക്കും. അപ്പൊ ഒന്നുകൂടി വലുതാക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില TDL ഫയലുകൾ നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അങ്ങനെ ആ ഒരു ഫയൽ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമുക്ക് ഈ കമ്പനി ലോഗോയുടെ താഴ്ഭാഗത്തായിട്ട് കാണാൻ പറ്റും. നമ്മൾ ഏത് കളറിലാണ് നമ്മുടെ പേര് വരേണ്ടത് എന്നുള്ളതൊക്കെ നമുക്ക് അവിടെ സെലക്ട് ചെയ്യാൻ പറ്റും. ഇത് നമ്മുടെ ബില്ലിന്റെ സൈസുകളാണ്. ഈ സൈസിൽ മാറ്റം വരുത്തണമെങ്കിൽ വരുത്താം. മാറ്റം വരുത്തിയാൽ ചില സമയത്ത് എറർ വരും. അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമുക്കത് ഓൾറെഡി ഈ അളവൊക്കെ തന്നെ സെറ്റ് ചെയ്താൽ അത് വീണ്ടും ക്ലിയർ ആവും. ഇനി ചോദിക്കുന്നത് നമ്പർ ഓഫ് കോപ്പീസ്. അതായത് നമ്മള് ഒരു പാർട്ടിക്ക് ഒരു ബില്ല്, ട്രാൻസ്പോർട്ടർക്ക് ഒരു ബില്ല്, അതേപോലെ ആ ഷോപ്പിൽ സ്റ്റോക്ക് ചെയ്ത, അതായത് വിറ്റ സാധനത്തിന്റെ ഒരു കോപ്പി ബില്ല് നമ്മുടെ ഷോപ്പിൽ കൂടി വെക്കണം. അങ്ങനെ 3 ഇൻവോയ്സുകൾ ഉണ്ടാവും. അല്ലെങ്കിൽ സപ്ലയറുടെ ഇൻവോയ്സ് എന്നുള്ളത് 3 ബില്ലുകൾ നമ്മളൊരു പർച്ചേസ് കടയിൽ നമുക്ക് ശരിക്കും കിട്ടണമെന്നല്ല. അപ്പൊ നമുക്ക് എത്ര കോപ്പിയാണ് നമ്മൾ ബില്ല് പ്രിന്റ് എടുക്കേണ്ടത്? നമുക്ക് ഒന്നാണെങ്കിൽ 1 മതി, രണ്ടാണെങ്കിൽ 2. നമ്മൾ എത്ര കോപ്പിയാണ് കൊടുക്കുന്നത്? നമ്മളിവിടെ 3 കോപ്പി കൊടുത്തു. അപ്പൊ ഇതിപ്പോ 3 കോപ്പി കൊടുത്താൽ എങ്ങനെ ഇത് സപ്ലയറുടെ ഏതാ ഒറിജിനൽ ഏതാന്നൊക്കെ നമുക്കറിയാം. അത് ഞാൻ കാണിച്ചു തരാം എവിടെയാണ് കാണാന്നുള്ളത്. പ്രിന്റ് ട്രാൻസ്പോർട്ട് എസ് കോപ്പി, അത് നമ്മൾ എസ് കൊടുത്തു. ഓക്കെ, പിന്നെ സിമ്പിൾ ഫോർമാറ്റ് ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. നമ്മൾ നോ എന്നുള്ളത് യെസ് ആയി കൊടുത്തു. എന്നിട്ട് നമ്മൾ സേവ് അടിക്കുക. അതിൽ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ നോക്കാണ്ടാവും. നമ്മൾ അതൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. നമ്മളൊന്ന് പേജ് അപ്പ് അടിച്ചിട്ട് നമ്മളൊന്ന് ബില്ലൊന്ന് നോക്കി നോക്കും. ഇതിന്റെ ഫോർമാറ്റിൽ മാറ്റം വന്നു. ഓക്കെ, ഒന്ന് സൂം ചെയ്യാം. നമ്മുടെ അതിന്റെ ഏറ്റവും ടോപ്പിൽ സബ്ജക്ട് ടു മഞ്ചേരി ജൂറിസ്ഡിക്ഷൻ, ഒറിജിനൽ ഫോർ റെസിപ്പിയന്റ്. ഇതാണ് ഒറിജിനൽ ബില്ല് ഇതിന്റെ. ഓക്കെ, അതിന്റെ ഇൻവോയ്സ് നമ്പർ വന്നിട്ടുണ്ട്. റെഫറൻസ് നമ്പർ ഒന്നും കൊടുക്കാത്തതോടെ അവിടെ വന്നിട്ടില്ല. ഇൻവോയ്സിന്റെ ഡേറ്റ് തലക്ക് വന്നിട്ടുണ്ട്. ടോപ്സ്ക്രൈബ് എന്നുള്ളത് പാകത്തൊരു ഇതിൽ കുറച്ച് ബോൾഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ അഡ്രസ് അവിടെ കൊടുത്തിട്ടുണ്ട്. അവിടെ ടിൻ നമ്പർ ഉണ്ട്. നമ്മുടെ സ്റ്റേറ്റ് ഏതാണ് ഉണ്ട്, നമ്മുടെ സ്റ്റേറ്റ് കോഡ് അവിടെ കൊടുത്തിട്ടുണ്ട്. B2B ഇൻവോയ്സ് നമ്മൾ ആ പേര് കൊടുത്ത് അവിടെ വന്നിട്ടുണ്ട്. പാർട്ടിയുടെ പേര് വന്നു, പാർട്ടിയുടെ സ്റ്റേറ്റ് നെയിം വന്നു, കോഡ് വന്നു. നമ്മൾ കൊടുത്ത പ്രൊഡക്റ്റിന്റെ പേര് വന്നു, അതിന്റെ HSN കോഡ് ഉണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്, റേറ്റ് ഉണ്ട്, അത് ഏത് യൂണിറ്റിലാണ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഇതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം എമൗണ്ടിൽ ആ വേർഡ്സ് അവിടെ വന്നിട്ടുണ്ട്. പിന്നെ അതിന്റെ GSTയുടെ അതിന്റെ കാൽക്കുലേഷൻ അവിടെ താഴെ ഭാഗത്ത് കാണിച്ചിട്ടുണ്ട്. വേർഡ്സിൽ എമൗണ്ട് എഴുതിയിട്ടുണ്ട്. നമ്മുടെ കമ്പനിയുടെ പാൻ നമ്പർ ഉണ്ട്. അതേപോലെ നമ്മൾ സൈൻ ചെയ്യാനുള്ള ഓതറൈസ്ഡ് സിഗ്നേച്ചറിക്കുള്ള സംഭവം ഇതിന്റെ താഴ്ഭാഗത്തേക്ക് വന്നാൽ നമുക്ക് വീണ്ടും കാണാം. ഇത് 2ാമത്തെ ബില്ലാണ്. അതായത് ആ ഒരു ബില്ലിന്റെ 2ാമത്തെ കോപ്പിയാണ്. അവിടെ എഴുതിയിട്ടുണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫോർ ട്രാൻസ്പോർട്ടർ. ഇത് ട്രാൻസ്പോർട്ടർക്കുള്ള ബില്ലാണെന്ന് എഴുതിയിട്ടുണ്ട്. ഇനി 3ാമത്തെ ഒരു ബില്ല് കൂടി ഇതുണ്ട്. ഒന്നുകൂടി താഴത്തേക്ക് വന്നാൽ നമുക്ക് 3ാമത്തെ ബില്ല് കാണാം. ഡ്യൂപ്ലിക്കേറ്റ് ഫോർ സപ്ലയർ, അല്ല ട്രിപ്ലിക്കേറ്റ് ഫോർ സപ്ലയർ എന്നുള്ളതാണ്. അപ്പോ 3 ഇൻവോയ്സുകൾ വന്നു. ആ 3 ഇൻവോയ്സിന്റെ മോഡല് ആദ്യം കണ്ട ഇൻവോയ്സ് എല്ലാം നമ്മളിപ്പോ കണ്ടിട്ടുള്ളത്. ഇത് അവിടെ പോയിട്ട് തന്നെ സെറ്റിങ്സ് ചെയ്യണമെന്നില്ല. നമ്മൾ ഇവിടുന്ന് Alt P അടിച്ചാൽ ഏറ്റവും താഴ്ഭാഗത്ത് കാണുന്ന കോൺഫിഗറേഷൻ ഉണ്ട്. അതായത് F12 നോക്കിയാൽ കോൺഫിഗറേഷൻ നമുക്ക് കാണും. നേരത്തെ അവിടെ കണ്ട ഓപ്ഷനൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. കമ്പനി ലോഗോന്റെ പാത്തുകളൊക്കെ അവിടെ കാണാൻ പറ്റും. സിമ്പിൾ ഫോർമാറ്റ് എന്നില്ല നമ്മൾ വീണ്ടും നോ ആയി കൊടുത്തു നോക്കുക. നമുക്ക് ആ ഇൻവോയ്സ് എങ്ങനെ കാണുക, ഇൻവോയ്സ് എങ്ങനെയാണ് കാണുക. ഓക്കെ, നമ്മൾ അതിൽ ഇവിടുന്ന് നമുക്ക് എഡിറ്റ് ചെയ്യാം. പക്ഷെ ഇവിടുന്ന് എഡിറ്റ് ചെയ്യുന്ന സംഭവങ്ങൾ ഒരു പക്ഷേ അത് ക്ലിയർ ആയിക്കൊള്ളുന്നില്ല. കാരണം ഈ ഒരു ഇൻവോയ്സ് എടുക്കുന്ന സമയത്ത് മാത്രം ചിലപ്പോൾ അത് വരുള്ളൂ. അപ്പൊ നമുക്ക് ഡീഫാൾട്ട് ആയിട്ട് സെറ്റിങ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ കോൺഫിഗറേഷനിൽ പോയി പ്രിന്റിംഗിൽ പോയി കണ്ട് സെയിൽസ് ട്രാൻസാക്ഷനിൽ പോയി സെയിൽസ് ഇൻവോയ്സ് എടുത്ത് കണ്ടിൽ എഡിറ്റ് ചെയ്താലാണ് അത് എപ്പോഴും നമുക്ക് അവിടെ നിലനിൽക്കുള്ളൂ. ഇല്ലെങ്കിൽ ഇവിടുന്ന് നമ്മൾ എഡിറ്റ് ചെയ്താൽ ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ഈ ഒരു ബില്ലുമായി ബന്ധപ്പെട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം. അപ്പൊ നമ്മൾ കോൺഫിഗറേഷൻ ഗതിയിൽ ക്വാണ്ടിറ്റി കോളം അങ്ങനെ ഇത് ഒരുപാട് സംഭവങ്ങളുണ്ട്. കസ്റ്റമർ സിഗ്നേച്ചർ വേണോ, കംപ്ലീറ്റ് മെയിലിംഗ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്കതൊക്കെ കാണാം. ഇവിടെ നമ്മൾ പ്രിന്റ് ബാങ്ക് ഡീറ്റെയിൽസ് എന്നുള്ളത് ഇവിടെ നോ ആണ്. ഇവിടെ യെസ് കൊടുക്കണം.
നമ്മൾ പ്രിന്റ് എടുത്ത് നമ്മൾ നോക്കി നോക്കും. ഇനി അത് വരുന്നുണ്ടോ നോക്കണം. നമ്മുടെ ബാങ്ക് ഡീറ്റെയിൽസ് നേരത്തെ ഒന്നും വന്നില്ല, ഇപ്പോൾ വന്നിട്ടുണ്ട്. നമ്മുടെ സിഗ്നേച്ചറിയുടെ തൊട്ട് മുകളിലായിട്ട് നമ്മുടെ ബാങ്ക് നെയിം വന്നിട്ടുണ്ട്, അക്കൗണ്ട് നമ്പർ വന്നിട്ടുണ്ട്, ബ്രാഞ്ചും IFSC കോഡും വന്നിട്ടുണ്ട്. ഇത് മതിയല്ലോ, നമുക്ക് ഇത്രയും വിഷയങ്ങൾ മതി. അപ്പൊ എന്തായാലും ഇത്രയും വിഷയങ്ങൾ കൂടി നമ്മൾ പഠിച്ചു. ബാക്കി കൂടി സെയിലിന്റെ കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് നോക്കാനുണ്ട്. അതിൽ മെയിനായിട്ട് ഇനി വരുന്ന പാർട്ടുകൾ എന്ന് പറയുന്നത് നമുക്കൊന്ന് നോക്കാം. കുറഞ്ഞ വീഡിയോ കുറച്ച് ലെങ്ത് കൂടിയിട്ടുണ്ട് ഇതില്. പിന്നെ ക്വാണ്ടിറ്റി കോളംസ്, അതേപോലെ ആൾട്ടർനേറ്റീവ് ക്വാണ്ടിറ്റി, ദെൻ അതിനുശേഷം ഇതൊക്കെ ഓരോന്നും നമ്മളിങ്ങനെ എഡിറ്റ് ചെയ്ത് നോക്കിയാൽ നമുക്കത് കൃത്യമായിട്ട് അതോടെ കാണാൻ പറ്റും. പ്രിന്റ് അഡീഷണൽ ഡിസ്ക്രിപ്ഷൻ ഫോർ ഐറ്റം 9, അതായത് നമ്മുടെ സ്റ്റോക്ക് നമുക്ക് അഡീഷണൽ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പേര് കൊടുക്കാനുള്ള ഓപ്ഷനൊക്കെയാണ് അത്. അതൊക്കെ നമുക്ക് ഓരോന്നിങ്ങനെ നമ്മൾ ചെക്ക് ചെയ്താൽ മതി. ഓക്കെ.